ഹിന്ദു സമൂഹത്തിന്റെ ആത്മീയ നേതൃത്വം എന്ന നിലയിൽ ഏകീകരിക്കപ്പെട്ട നേതൃത്വമുണ്ടോ? ഇല്ല, ഉണ്ടാവരുത്. ഉണ്ടായാൽ നമ്മൾ മറ്റു മതം പോലെയാവും. ഹിന്ദു ധർമ്മത്തിന്റെ മഹിമ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള, ബാഹ്യങ്ങളായ വൈവിധ്യങ്ങളുടെ അന്തർധാരയായുള്ള ഏകത്വം എന്നുള്ള, ഏകം സദ് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള വേദവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബാഹ്യ വൈവിധ്യങ്ങളും ആന്തരികമായ ഏകതയുമാണ്. അതുകൊണ്ട് നമ്മുടെ ആചരണങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഒരുപോലെയാവണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. നമ്മളിൽ ധ്യാനത്തിന്റെ മാർഗത്തിൽ പോകുന്നവര്, കർമ്മത്തിന്റെ മാർഗത്തിൽ പോകുന്നവര്, ഉപാസനയുടെ മാർഗത്തിൽ പോകുന്നവര്, പൂജയുടെ മാർഗത്തിൽ പോകുന്നവര്, ശൈവ വൈഷ്ണവ ശാക്തേയ ഗാണപത്യ സൗര സ്കാന്താദി ഭേദങ്ങൾ, ഇതിൽ ഓരോന്നിലും അവാന്തര ഭേദങ്ങൾ ഒക്കെയുണ്ട്. ഇതിലൊന്നുമില്ല. ഞാൻ ഈശ്വരനെ തന്നെ വിശ്വസിക്കുന്നില്ല, സന്തോഷം, നീ വിശ്വസിക്കണ്ട, എന്നാലും നിന്നെ ഞാൻ അംഗീകരിക്കും, നിന്നെ ഞാൻ വിടൂല. അതുകൊണ്ട് നമ്മൾ ഈശ്വര തത്വത്തെ സുസൂക്ഷ്മമായി അപഗ്രഥിച്ച ബാദരായണനെ മഹർഷി എന്ന് പറയുന്ന പോലെ ഈശ്വര നിഷേധം ചെയ്തവരെ അവരെയും മഹർഷി പദത്തിൽ വിളിക്കും. ഇവിടെ ഈശ്വര വിശ്വാസി ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഏറ്റവും പൂജിക്കുന്ന കപില മഹർഷി ഈശ്വരനെ നിഷേധിച്ചിട്ടില്ല, പക്ഷെ ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ചാർവാകന മഹർഷി നമുക്ക് വിളിക്കാൻ ഒരു മടിയുമില്ല. അദ്ദേഹത്തെ നമ്മൾ എത്തീസ്റ്റ് എന്ന് പറഞ്ഞ മുദ്ര കുത്തി മാറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ആചാര്യനല്ല, നമുക്കൊരു നേതൃത്വമല്ല, പക്ഷേ എല്ലാവരും ചേർന്ന ഒരു വിരാട് ഹിന്ദു ഭാവമുണ്ട്. ആ ഹിന്ദു ഭാവത്തിന് ഒന്നാണ് ധ്വനി. അത് ശ്രദ്ധിക്കുക. അത് പ്രണവം പോലെയാണ്.